സോ ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളുടെ വൈറ്റിലെ KTM ഷോറൂമിലാണ്. നമ്മളുടെ 1390 ഒരു വീഡിയോ എടുക്കാനും നമ്മളുടെ ഡ്യൂക്ക് 890 ഒരു ടെസ്റ്റ് ഡ്രൈവിനുമായിട്ട് വന്നതാണ്. വേൾഡിൽ ബാക്കിയുള്ള ബൈക്സ് വെച്ച് നേക്കഡ് ബൈക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഏറ്റവും കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ് നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. സോ ഇതൊരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ട് ബൈക്കല്ല, ഒരു ഹൈപ്പർ സ്പോർട്ട് നേക്കഡ് ബൈക്കാണ് ഈ ഇരിക്കുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് റേസിനൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞു കൊടുത്താൽ മതി. ഫ്രണ്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രിഡേറ്റർ സിനിമയിലെ ഏലിയൻ്റെ ആ ഒരു ഫേസ് പോലെ ഇരിക്കുന്ന ഒരു DRLs നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 LED ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രണ്ടിൽ വരുന്ന ബാക്കിയുള്ളതുപോലെ തന്നെ മഡ് ഗാർഡ്, നമ്മളുടെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കേട്ടോ വരുന്നത്. കംപ്രഷൻ ആൻഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. 320mm ഡുവൽ ഡിസ്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രംബോ കാലിപ്പറും മാസ്റ്റർ സിലിണ്ടറും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ബാക്കിലും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കേട്ടോ. ഇവിടെ ഒരു നോബ് ഉണ്ട്, കാണാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വന്നേക്കുന്ന റോട്ടറിൻ്റെ സൈസ് ഞാൻ പറയാം. ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ ഡിസ്ക്കാണ്, 320mm റോട്ടറും ബാക്കിൽ 240mm ആണ് വരുന്നത് കേട്ടോ. ബാക്കിൽ നമ്മളെ ഡുക്കാറ്റിയിലൊക്കെ കാണുന്ന പോലെ സിംഗിൾ സൈഡഡ് സ്വിംഗാമാണ്. പിന്നെ അലോയ് വീൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 17 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. നമുക്ക് ടയർ വരുമ്പോഴത്തേക്കും മിഷലിൻ പവർ 6 എന്ന് പറഞ്ഞിട്ടൊരു ടയറാണ് നമുക്കിവിടെ വരുന്നത്. ഫ്രണ്ട് സെക്ഷൻ 120/70 R17 ടയറും ബാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 255 R17 ടയറുമാണ് ബാക്ക് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ടയറാണ് കേട്ടോ, നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ടയറാണ്. പിന്നെ നമുക്ക് ബൈക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ടാങ്ക് വരുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു 17.5 ലിറ്റർ ടാങ്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിന് മൈലേജ് നോക്കിയൊന്നും ആരും എടുക്കരുത്. പിന്നെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 5 to 10 ഇടയ്ക്കൊക്കെ ആയിരിക്കും മൈലേജ് നിൽക്കുന്നത്. നമ്മൾ ഓടിക്കുന്നത് ബേസ് ചെയ്തിട്ട് നിൽക്കും. നമ്മൾ ഫുൾ ത്രോട്ടിലൊക്കെ എപ്പോഴും ഓടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 to 7 പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് ഒരു ഹൈവേ ക്രോസിങ് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ട്രെല്ലിസ് ഫ്രെയിം കാണാൻ പറ്റും. ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ റെയർ സെറ്റ് ഫുഡ് റെസ്റ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ പില്ലിയൻ കംഫർട്ടൊന്നും ആലോചിക്കുക പോലും വേണ്ട കേട്ടോ. സോ നമുക്ക് ഈ ഷാസിയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റാം എയർ ഇൻടേക്ക് കാണാൻ പറ്റും. അതുതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഈ ഹെഡ്ലൈറ്റിൻ്റെ എയറിൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് എയർ കയറി പോകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ 1350cc V-twin എൻജിൻ കാണാൻ പറ്റും. ലിക്വിഡ് കൂൾഡാണ്. നമുക്കിവിടെ റേഡിയേറ്ററൊക്കെ ഇവിടെ കർവ്ഡ് റേഡിയേറ്ററാണ്. ഒരു റേഡിയേറ്റർ ഫാനാണ് കേട്ടോ, ഒരു വലിയ റേഡിയേറ്റർ ഫാൻ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 190 bhpയും 145 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡിൽ നമുക്ക് നേക്കഡ് ബൈക്സിൽ ഏറ്റവും കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഈ നമ്മളുടെ 1390 എൻജിൻ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബെൻ പൈപ്പ് പോയിട്ട് എക്സോസ്റ്റ് നമുക്കിത് സ്റ്റോക്ക് എക്സോസ്റ്റാണ്. ആക്രപോവിച്ചൊക്കെ നമ്മൾ പിന്നെ മാറ്റി വയ്ക്കുന്ന എക്സോസ്റ്റാണ് കേട്ടോ, സ്റ്റോക്കായിട്ട് വരത്തില്ല. പിന്നെ ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഐ തിങ്ക് ഒരു 200 അല്ലെങ്കിൽ ഒരു 210 kg ആണ് ഇതിന് വെയിറ്റ് വരുന്നത്. ഈ ഒരു ബൈക്കിന് വെയിറ്റ് വരുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 835mm ആണ് വരുന്നത്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ പില്ലിയൻ സീറ്റ്. ചെറിയൊരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പില്ലിയനെ പിടിച്ചിരിക്കാനായിട്ട് ഗ്രാബ് റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ തിങ്ക് ഇവിടെ ഗ്രാബ് റെയിൽ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. 2 LNG ബോൾട്ട് വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അതിൽ കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ബാക്ക് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ടെയിൽ കാണാം. ടെയിലിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പും വരുന്നത്. ഇവിടെ നമുക്കൊരു നമ്പർ പ്ലേറ്റ് വരും. ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്.
ഇവിടെ നമുക്ക് ഹാൻഡിൽ ബാറിൽ ഹീറ്റഡ് ഗ്രിപ്സാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഈ കൊടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. നമുക്കിപ്പോൾ ക്ലച്ച് ഫീല് നല്ല ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഹസാർഡ് ലാമ്പിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീലെസ് എൻട്രിയാണ് വരുന്നത്. നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബൈക്ക് അൺലോക്ക് ആവും. കീ നമ്മുടെ കയ്യിൽ വേണം. ഞാനത് ഓണാക്കി കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഇവിടെ കിൽ സ്വിച്ച് വരും കേട്ടോ, കിൽ സ്വിച്ച്. പിന്നെ ഇത് ക്വിക്ക് സെലക്ടറിനുള്ള ബട്ടൺ എന്തോ ആണെന്നാണ് അവർ പറഞ്ഞത്, C1 C2. പിന്നെ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് പാസ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൈനസിൻ്റെ പ്ലസിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് നമ്മളുടെ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ബട്ടണാണ് കേട്ടോ. ഇത് നമ്മളുടെ മീറ്ററിൻ്റെ നാവിഗേഷൻ ബട്ടൺസും ഇൻഡിക്കേറ്ററും ഹോണുമാണ് പിന്നെ ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്ക് അടിക്കാനുള്ള സ്വിച്ചും ക്രൂസ് കൺട്രോൾ ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്കും ഒരു 29 lakhs ഒക്കെയാണ് ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ 1390 കീ കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഇതാണ് കിൽ സ്വിച്ച് വരുന്നത്. നമുക്ക് ഇതിപ്പോൾ ഒരു ടയർ പ്രഷറിൻ്റെ വാണിംഗ് ഒന്നും എടുക്കുക കേട്ടോ, ബാക്ക് അടിച്ചാൽ പോകും. നമുക്കിപ്പോൾ ഡിസ്പ്ലേൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ 390 വരുന്ന സെയിം കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, എൻജിൻ ടെമ്പറേച്ചർ, നമ്മളുടെ ടൈം കാണിക്കുന്നുണ്ട്, ഓയിൽ പ്രഷർ വാണിങ്, നമ്മളുടെ എൻജിൻ ലൈറ്റ് വാണിംഗ് ലാമ്പ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ABS റിയർ ഓഫാണോ ഓണാണോ എന്നുള്ളൊരു കാര്യം അറിയാനായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ സെൻസർ നമ്മൾ ലൈറ്റ് ബ്ലോക്ക് ചെയ്ത് പിടിച്ചാൽ നമ്മളെ ഈ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറയ്ക്കും, അല്ലെങ്കിൽ കൂടിക്കിടക്കും. കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ABSൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്കോമീറ്റർ കാണാൻ പറ്റും. ഇവിടെ വരുന്നത് ഫ്യൂൽ ഗേജാണ് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മളുടെ കൂളൻ ടെമ്പറേച്ചർ, നമ്മളുടെ ഫ്യൂൽ റേഞ്ച്, ബൈക്കിൻ്റെ റൈഡിംഗ് മോഡ് ഏതിലാണ് കിടക്കുന്നത്, ABSൻ്റെ മോഡ് ഏതിലാണ്, ട്രാക്ഷൻ കൺട്രോൾ ഓണാണോ, ഫുൾ കാര്യങ്ങൾ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബാറ്ററി വോൾട്ടേജ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ ഉണ്ട്. ഇവിടെയും ഓഡോമീറ്റർ കാണാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ഇതിൽ ഫേവറേറ്റ്സിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. നമുക്ക് ഈ മീറ്ററിൽ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നടത്താം. നമുക്കിപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ മോട്ടോർ സൈക്കിളിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. റൈഡിംഗ് മോഡ് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്പോർട്ട്, ട്രാക്ക്, പെർഫോമൻസ് ആൻഡ് റെയിൻ ആണ് വരുന്നത്. റെയിൻ സ്ട്രെയിറ്റ്, ഇത്രയും മോഡാണ് റൈഡിംഗ് മോഡ്സ് വരുന്നത്. നമുക്ക് പിന്നെ എൻജിൻ ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. എൻജിൻ ബ്രേക്കിൻ്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ലെവൽ 1 ആക്കാൻ പറ്റും, ലെവൽ 2, 2 ലെവൽസ് കൂട്ടാനും പറ്റും, 2 ലെവൽസ് താഴോട്ട് കുറയ്ക്കാനും പറ്റും കേട്ടോ. അത് 2 ലെവൽസൊക്കെ നല്ല കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള എൻജിൻ ബ്രേക്കിംഗ് ആയിരിക്കും. നമുക്ക് പിന്നെ ABSൻ്റെ മോഡ് വരുന്നത് സൂപ്പർ മോട്ടോ മോഡാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ബാക്ക് ABS ഓഫായിരിക്കും. നമുക്കിപ്പോൾ ബാക്ക് ഡ്രിഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കത്തില്ലേ, ആ ടൈമിൽ ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ റോഡ് വരുന്നുണ്ട്. റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 ABS ഓണായിരിക്കും. പിന്നെ മോട്ടോർ ട്രാക്ഷൻ കൺട്രോൾ നമുക്കിപ്പോൾ ഇത് ഓണും ഓഫും ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. സോ അത്രയാണ് നമുക്ക് ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് ബാക്ക് പോവുകയാണെങ്കിൽ റൈഡ് മോഡ്സ് കാണിച്ചു തരണം. ഇപ്പോൾ ബാക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഇൻഫോയിൽ നമുക്ക് ജസ്റ്റ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ കൂടുതലാണെങ്കിൽ, ഫ്യൂൽ ഫുള്ളാണെങ്കിൽ ജസ്റ്റ് ഇത് ഗ്രീനിൽ കിടക്കും, കുറവാണെങ്കിൽ കളർ മാറി യെല്ലോ അങ്ങനെ റെഡിൽ വരും കേട്ടോ. ഇതും നമുക്കിപ്പോൾ കൂളൻ ടെമ്പറേച്ചർ, റേഡിയേറ്ററിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ബ്ലൂവിൽ കിടക്കും, അല്ലെങ്കിൽ ഇത് റെഡ് ആകും കേട്ടോ. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും TPMS ടയർ പ്രഷർ മോണിറ്ററിൻ്റെ റീഡിങ്സ് നമുക്കിപ്പോൾ ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ, ഫ്യൂൽ റേഞ്ച് എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. പിന്നെ 2 ട്രിപ്പാണ് വരുന്നത്, അതിൻ്റെ ഓപ്ഷൻസാണ് ഈ കാണുന്നത്. വേറെ നമുക്ക് ഇതിൽ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ നാവിഗേഷൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെയൊക്കെ കുറച്ച് ഓപ്ഷൻസാണ് ഈ കിടക്കുന്നത്. സോ നമുക്ക് ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിക്കാം.
ആയിരിക്കും ഡിമ്മിൽ ഓണായി കിടക്കുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ് വരുമ്പോഴത്തേക്കും താഴത്തെ ഒരു ലൈറ്റും കൂടെ ഓണാകും കേട്ടോ. പിന്നെ നമുക്കത് ഇവിടെ DRLs കാണാൻ പറ്റും. സോ ഇവർ ബൈക്ക് കൊണ്ടുപോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേറെ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ 1390 വാക്ക് അറൗണ്ട് വീഡിയോ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.